എല്ലാവർക്കും നമസ്കാരം. ലിബറൽ റെസ്പോൺസിലേക്ക് വീണ്ടും സ്വാഗതം. സംവരണം കൊടുത്ത് ചില ജാതിക്കാർക്ക് പ്രാതിനിധ്യം കൂടിപ്പോയി എന്ന് പരാതി വ്യാപകമാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. അതിൻ്റെ കാരണം കേരളത്തിലെ ജനസംഖ്യാ വിതരണത്തിൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, കത്തലിക്കരും സവർണജാതികളും കേരള ജനസംഖ്യയിൽ ഗണ്യമായ ഒരു വിഭാഗമാണ്. അവർക്കാണെങ്കിൽ സംവരണവുമില്ല. ആൾ കൂടുമ്പോൾ ഒച്ചയും കൂടുമല്ലോ. കേരളത്തിലെ സർക്കാർ തൊഴിലുകളിൽ സംവരണം ഏർപ്പെടുത്തിയ പ്രാചീന കാലം മുതൽ സവർണർ അതിനെതിരെ ഒരു മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്തു വെച്ചു. അതുകൊണ്ടാണ് പിന്നീട് അവർക്ക് സംവരണം കിട്ടിയപ്പോൾ, അതായത് സംവരണം കിട്ടിയപ്പോൾ അവരുടെ സംവരണ മനസ്ഥിതി മാറാഞ്ഞത്. എന്താണ് കവി പറയുന്നത്? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നാണല്ലോ. എങ്കിലും ഒരു മെച്ചമുണ്ടായി. സംവരണം ലഭിക്കാത്ത എല്ലാവരും സമത്വത്തിൻ്റെ വക്താക്കളായി മാറി. പണ്ട് സമൂഹത്തെ തട്ടുതട്ടായി തിരിച്ച് ചില തട്ടുകൾക്ക് അയിത്തം കൽപ്പിച്ച് അസമത്വത്തെ ആഘോഷിച്ചിരുന്നവരായിരുന്നു ഈ ടീമിൻ്റെ മുൻഗാമികൾ. അവരെല്ലാം ഒറ്റക്കെട്ടായി സമത്വത്തിന് വേണ്ടി വാദിച്ചു തുടങ്ങി. സംവരണം സമത്വം ഇല്ലാതാക്കുന്നു അവർ പറഞ്ഞു. സംവരണം എടുത്തു കളയാൻ വേണ്ടി സമത്വത്തിൽ വിശ്വസിക്കാൻ വരെ അവർ തയ്യാറാണ്. അതേസമയം പണ്ടത്തെ അയിത്തജാതിക്കാരൊക്കെ അവരുടെ കണ്ണിൽ അസമത്വത്തിൻ്റെ പ്രചാരകരുമായി. സമത്വം എന്നത് ഒരു ഭരണഘടനാ തത്വമായതിനാൽ സർക്കാർ ഉദ്യോഗങ്ങളുടെ കാര്യത്തിൽ ആ തത്വം ആരെങ്കിലും ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചേ പറ്റൂ. അതിപ്പോൾ ആര് പറഞ്ഞാലും, ഏത് സംവരണ വിമർശകർ പറഞ്ഞാലും ശരി, അപ്പോൾ അതിലൊരു കാമ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണമല്ലോ. ഇന്ത്യയിലെ സംവരണം ലഭിക്കുന്ന വിഭാഗങ്ങൾ അഥവാ ക്ലാസ് സമത്വം എന്ന ഭരണഘടനാ ധാർമ്മികതയെ തകർക്കും വിധം അനർഹമായി വല്ലതും വാങ്ങുന്നുണ്ടോ? ഡേറ്റ വെച്ച് പരിശോധിക്കണം. ഭാഗ്യത്തിന് 2 ദിവസം മുമ്പ് സർക്കാരിൻ്റെ കയ്യിൽ നിന്നും ഒരു ഡാറ്റ കിട്ടി. കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള 80 മന്ത്രാലയങ്ങളിൽ നിന്നും വകുപ്പുകളിൽ നിന്നും ഉള്ള വിവരങ്ങൾ 2 ദിവസം മുമ്പാണ് സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്നത്. ഹിന്ദു പോലുള്ള പത്രങ്ങളിൽ അത് അച്ചടിച്ചു വന്നിരുന്നു. അതിൽ കേന്ദ്ര സർക്കാർ ജോലികളെ 4 വിഭാഗമായി തിരിച്ചിരിക്കുന്നു. 1, ഗ്രൂപ്പ് എ വിഭാഗം ജോലികൾ, അതായത് IAS, അതുപോലെ അതിന് ഉയർന്ന ഗസറ്റഡ് റാങ്കുള്ള ജോലികൾ. 2, ഗ്രൂപ്പ് ബി വിഭാഗം ജോലികൾ, അതായത് SSC CGL പരീക്ഷകളിലൂടെ അങ്ങനെ പരീക്ഷ എഴുതി കിട്ടുന്ന ജോലികൾ. 3, ഗ്രൂപ്പ് സി വിഭാഗം ജോലികൾ, അത് നമ്മുടെ LDC ലോവർ ഡിവിഷൻ ക്ലർക്ക് പോലുള്ളത്. അത് 4, ഗ്രൂപ്പ് സി വിഭാഗം തന്നെയാണ്, പക്ഷേ അത് ശുചീകരണം, ക്ലീനിങ്, അടിച്ചുവാരൽ, അങ്ങനെ 4 ടൈപ്പ് ഉണ്ട്. 1, നമുക്ക് ഗ്രൂപ്പ് എ വിഭാഗം ജോലികൾ എന്ന ഏറ്റവും നല്ല ഐശ്വര്യമുള്ള ജോലികളിലേക്ക് വരാം. ഭരണഘടന നിർദ്ദേശിക്കുന്ന അനുസരിച്ച് എ ഗ്രൂപ്പ് എന്ന IAS ഗ്രൂപ്പിൽ പട്ടികജാതിക്കാർക്ക് 15% പ്രാതിനിധ്യത്തിന് അവകാശമുണ്ട്. അതായത് 100 പേരെ എടുത്താൽ 15 പേരെ അവരെടുക്കണം. അത്രയ്ക്കും സംവരണം അവർക്കുണ്ട്. പട്ടികജാതിക്കാർക്ക് ഇന്ത്യയിലെ സമത്വം തകർക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? അവരുടെ സംവരണ പരിധിയായ 15 കടന്ന് അവരുടെ ജനസംഖ്യ ആനുപാതികമല്ലാത്ത വിധം ജോലികളിൽ കടന്നുകൂടണം. എന്നാൽ കണക്ക് പറയുന്നത്, പ്രസിദ്ധീകരിച്ച കണക്ക് പറയുന്നത്, അവർക്ക് വെറും 14.2% പ്രാതിനിധ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നാണ്. സംവരണം ലഭിച്ചിട്ട് പോലും അവർക്ക് അർഹതപ്പെട്ട 15% പോലും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. ഭരണഘടന നിർദ്ദേശിക്കുന്നതനുസരിച്ച് പട്ടികവർഗക്കാർ, അവർക്ക് IAS പോലുള്ള ജോലികളിൽ 7.5% അർഹതയുണ്ട്. എന്നാൽ അവർക്ക് വെറും 6.54% മാത്രമേ പ്രാതിനിധ്യം കിട്ടിയിട്ടുള്ളൂ. അതായത് അവരും സമത്വം തകർക്കുന്നില്ല. ഇനി ആരാണ് സമത്വം തകർക്കാൻ ബാക്കിയുള്ളവർ? അവർ പിന്നോക്കക്കാരാണ്. പിന്നോക്ക വിഭാഗക്കാർക്ക് അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി 27% IAS ജോലികൾ കിട്ടേണ്ടതാണ്. അതായത് 100 പേർ IASകാരാകുമ്പോൾ അത് 27 പേര് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നാവണം. അത്രയ്ക്കും സംവരണം അവർക്കുണ്ട്. എന്നാൽ IAS പോലുള്ള ഉദ്യോഗങ്ങളിൽ അവർക്ക് 19.14% മാത്രമേ ഉള്ളൂ. അവകാശം ഉള്ളതിനേക്കാളും 6-7% കുറവ്. അതിൻ്റെ അർത്ഥം എന്താണ്? അവരും സമത്വം എന്ന ഭരണഘടനാ തത്വം തകർക്കുന്നില്ല എന്നത് തന്നെ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ IAS പോലുള്ള ജോലികളുടെ, എ ഗ്രൂപ്പ് ജോലികളുടെ ടോട്ടൽ കണക്ക് നോക്കിയാൽ സംവരണ വിഭാഗങ്ങൾക്ക് 49.5% പ്രാതിനിധ്യം ലഭിക്കേണ്ടതാണ്. അങ്ങനെയാണ് നിയമം. പക്ഷേ 39 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സംവരണം നിയമം ഉറപ്പ് വരുത്തിയിട്ടും ഇതാണ് സ്ഥിതി. അപ്പോൾ സംവരണം നിർത്തിയാൽ എന്താവും സ്ഥിതി? ഇനി ബി ഗ്രൂപ്പ് ജോലികളിലേക്ക് വരാം. SSC CGL പരീക്ഷകളിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്ന ജോലികളാണിവ. ഇവിടെ ആരെങ്കിലും സമത്വം തകർക്കുന്നുണ്ടോ എന്ന് നോക്കാം.
ഈ ജോലികളിൽ പട്ടികജാതിക്കാർക്ക് 16.75% ജോലികൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് അർഹത ഉള്ളതിനേക്കാൾ 1.25 കൂടുതൽ. പട്ടികവർഗക്കാർക്ക് 7.63% ജോലികൾ കിട്ടിയിട്ടുണ്ട്. അതായത് അവർക്ക് 7 വേണ്ടതുള്ളൂ, പക്ഷേ അവർക്ക് 0.13% അധികം ജോലികൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നോക്കക്കാർക്ക് അവിടെയും പിന്നോക്കം തന്നെയാണ്. അവർക്ക് 27% ജോലികൾ കിട്ടേണ്ടിടത്ത് 21.95 കിട്ടിയിട്ടുള്ളൂ. അതായത് 27 പേര് വേണ്ടിടത്ത് അവരുടെ 22 പേരേ ഉള്ളൂ എന്ന് കണക്കാക്കാം. അപ്പോൾ ബി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഈ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലികൾ, ആ ഗ്രൂപ്പിൻ്റെ ടോട്ടൽ നോക്കിയാൽ സംവരണ വിഭാഗങ്ങൾക്ക് 49.5% ജോലിക്ക് അർഹത ഉണ്ടായിട്ടും അവർക്ക് 45% ജോലികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവർ സമത്വം തകർത്തില്ല എന്ന് മാത്രമല്ല, ആനുപാതിക പ്രാതിനിധ്യം പോലും ലഭിച്ചിട്ടില്ല. സംവരണം ഉറപ്പുവരുത്തിയിട്ടും ഇതാണ് സ്ഥിതി. അപ്പോൾ പിന്നെ നിർത്തിയാൽ എന്താവും സ്ഥിതി? ഇനി നമുക്ക് സി ക്ലാസ് ജോലികളിലേക്ക് വരാം. അതായത് LDC പോലുള്ള സി ക്ലാസ് ജോലികൾ. അതിൽ പട്ടികജാതിക്കാർ 16.75% ഉണ്ട്. പട്ടികവർഗക്കാർ 8.94% ഉണ്ട്. പിന്നോക്കക്കാരോ 27.29% ഉണ്ട്. ടോട്ടൽ നോക്കിയാൽ 49% വേണ്ടിടത്ത് ഇവർ 52% ഉണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സമൂഹത്തിൽ അന്തസ്സ് കുറയുന്ന ജോലികളാകുമ്പോൾ അത് താഴ്ന്ന ഇടങ്ങളിലേക്ക് ഒഴുകി എത്താനുള്ള പ്രവണത കാണിക്കുന്നു. ഈ പ്രവണത കൃത്യമായി അടയാളപ്പെടുന്നത് ശുചീകരണ തൊഴിലിൽ എത്തുമ്പോഴാണ്. അടിച്ചു വാരുവാനും തുടയ്ക്കുവാനുമുള്ള ജോലികളിൽ പട്ടികജാതിക്കാർ 36.75%, പട്ടികവർഗക്കാർ 8.18%, പിന്നോക്കക്കാർ 21.15%. അതായത് 100 ക്ലീനേഴ്സിനെ എടുത്താൽ 76 പേരും അധസ്ഥിത ജാതിക്കാരാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി എഴുതിയാൽ IAS പോലുള്ള ജോലികളിൽ വെറും 39% പേർ മാത്രമാണ് അധസ്ഥിതർ. മറ്റ് ഉയർന്ന ജോലികളിൽ 44% പേർ മാത്രം ആണ് അധസ്ഥിതർ. LDCയിൽ 52% അധസ്ഥിതരുണ്ട്. ക്ലീനിങ് പണിയിലെത്തുമ്പോൾ 75% അധസ്ഥിതരാകുന്നു. കണക്കുകൾ വിശകലനം ചെയ്താൽ താഴെ പറയുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാകും. 1. ഉയർന്ന തസ്തികകളിൽ സംവരണ വിഭാഗങ്ങൾ അവർക്ക് അർഹതയുള്ള 49.5% എത്തുന്നില്ല. ഇത് തെളിയിക്കുന്നത് എന്താണ്? സംവരണം നിലവിലുണ്ടായിട്ടും ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്ത് ഇപ്പോഴും ഒരു അദൃശ്യമായ തടസ്സം ഉണ്ട്. മെറിറ്റിൻ്റെ പേരിൽ സംവരണത്തെ എതിർക്കുന്നവർ പലപ്പോഴും കാണാതെ പോകുന്നത് ഏറ്റവും ഉയർന്ന പദവികളിൽ ഇന്നും ഒരു വലിയ വിഭാഗം ജനത പുറത്താണ് എന്ന യാഥാർത്ഥ്യമാണ്. 2. ജാതിയും തൊഴിലും തമ്മിലുള്ള പാരമ്പര്യ ബന്ധം. ഗ്രൂപ്പ് സി എന്ന ശുചീകരണ വിഭാഗത്തിലെ 76% എന്ന കണക്ക് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ അർത്ഥം നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അഴുക്ക് പുരണ്ട പണികൾ ഒരു പ്രത്യേക ജാതിക്കാർ ചെയ്യണം എന്ന സാമൂഹിക ക്രമത്തിന് ഇന്നും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. സമൂഹം അന്തസ്സ് കൽപ്പിച്ചിട്ടുള്ള ജോലികളിലേക്ക് എത്തുമ്പോൾ ഈ വിഭാഗം പിന്നോട്ട് പോവുകയും സമൂഹം അശുദ്ധമെന്ന് കരുതുന്ന ജോലികളിലേക്ക് വരുമ്പോൾ ഈ വിഭാഗങ്ങളുടെ എണ്ണം കുത്തനെ കൂടുകയും ചെയ്യുന്നു. ഇനി 3ാമത്തെ കാര്യം പറയാം. സമത്വം എന്ന വാദത്തിലെ വൈരുദ്ധ്യം. പഴയ കാലത്ത് അസമത്വത്തെ ആചാരമായി കൊണ്ടു നടന്നവരുടെ പിൻഗാമികൾ ഇന്ന് സമത്വത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട്. അതൊരു തരം വൈരുദ്ധ്യം തന്നെയാണ്. സംവരണം സമത്വം തകർക്കുന്നു എന്ന് വാദിക്കുന്നവർ ശുചീകരണ തൊഴിലാളികളിലെ 76% കാണുമ്പോൾ ആ സമത്വമില്ലായ്മയെക്കുറിച്ച് മൗനം പാലിക്കുന്നു. ഉയർന്ന ജോലിയിൽ മാത്രം സമത്വം തിരയുകയും താഴ്ന്ന ജോലിയിൽ അത് വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അടുത്തതായിട്ട് 4ാമത്തേത് കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യമാണ്. കേരളത്തിൽ സവർണ സംവരണം നടപ്പിലാക്കിയപ്പോഴും സംവരണ വിരുദ്ധരുടെ സംവരണ വിരുദ്ധ മനോഭാവം മാറിയിട്ടില്ല. അതിൻ്റെ കാരണം കൃത്യമായ ഒരു മൈൻഡ് സെറ്റാണ്. അധികാര പങ്കാളിത്തം എന്നത് തങ്ങളുടെ മാത്രം അവകാശമാണെന്ന് കരുതിയിരുന്ന ഒരു വിഭാഗത്തിന് മറ്റു വിഭാഗങ്ങൾ ഭരണപ്പട്ടികയിൽ ഇടം പിടിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ജനസംഖ്യാ വിതരണത്തിലെ മാറ്റങ്ങൾ ഈ ആശങ്കയെ വർദ്ധിപ്പിക്കുന്നു. ഇനി 5ാമത്തെ വിഷയം, സംവരണം ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും? ഗ്രൂപ്പ് എ ബി തസ്തികകളിൽ സംവരണം ഉണ്ടായിട്ടും 39%, 45% എന്നിങ്ങനെയാണ് പ്രാതിനിധ്യമെങ്കിൽ സംവരണം എടുത്തു മാറ്റിയാൽ ഈ വിഭാഗങ്ങൾ ഭരണ സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായും പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഇന്ത്യയുടെ ജനാധിപത്യം എന്നത് ഒരു ചെറിയ വിഭാഗത്തിൻ്റെ മാത്രം
ഭരണമായി ചുരുങ്ങും. സോ സംവരണം നിർത്തേണ്ട കാലം ആയിട്ടില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നന്ദി, നമസ്കാരം.